ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ ജേണലിംഗ് ആണ്. ഇന്നത്തെ ഒരു വ്ളോഗ് എൻ്റെ ഹോം മെയ്ഡും നമ്മുടെ വാഷിംഗ് ടേപ്സും നമ്മുടെ സ്റ്റിക്കേഴ്സും ഒക്കെ ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ നമുക്ക് ജേണൽ ചെയ്യാം. ഇത് മീഷോന്ന് മേടിച്ച ഒരു ജേണൽ സെറ്റാണ്, പർപ്പിൾ കളർ ജേണൽ സെറ്റാണിത്. ഞാൻ ഈ ചെയ്ത ജേണലൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേജിലാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ തീം എടുക്കാം. ഞാനിവിടെ എടുക്കുന്ന പർപ്പിൾ തീം തന്നെയാണ്. ഇങ്ങനത്തെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കീറി കൊടുക്കാം. നമ്മൾ കത്രിക കൊണ്ട് കീറി ഒരു ഫീല് കിട്ടില്ല, ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കീറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് കീറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കറക്റ്റ് ഈ കോർണറിലാക്കിയിട്ട് സെറ്റാക്കി കൊടുക്കണം. ഞാൻ പശയാക്കി കൊടുക്കുകയാണ്. നിങ്ങളും ജേണലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. ആരൊക്കെ ജേണൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഹോം മെയ്ഡായിട്ട് ഒരു ജേണൽ സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലും ജേണൽ ചെയ്യണത് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞൊരു പിക്ചർ എടുത്തിട്ടുണ്ട്, ഒരു എസ്തറ്റിക് വൈബിൽ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു മേലെയിട്ട് കറക്റ്റ് മേലെയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആക്കാം. അത് കഴിഞ്ഞ് ഞാൻ എടുക്കുന്നത് സ്റ്റാമ്പാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സ്റ്റാമ്പാണ് എടുത്തേക്കണേ. അത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള തീമായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനൊരു പർപ്പിൾ തീം തന്നെ എടുത്തതെന്നുള്ളൂ. അത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിൽ പർപ്പിൾ കളർ നമുക്ക് വെട്ടിയെടുക്കാം. പർപ്പിൾ കളറ് എടുക്കാം. പറയാം, ഞാൻ പർപ്പിൾ കളർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പേജിൽ രണ്ടെണ്ണാക്കി ഒട്ടിച്ചു കൊടുക്കാം. ഒരു പോയിൻറ്റ്സ് പോലെ തന്നെ ആണ് ഞാൻ സെറ്റാക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സെറ്റാക്കി കൊടുക്കാം. ഇതൊന്നും ഇല്ലാത്തവരുടെ കയ്യിൽ ഹോം മെയ്ഡായിട്ട് തന്നെ ഞാനൊരു ഒരു ഹോം മെയ്ഡ് ജേണൽ സപ്ലൈസ് വീഡിയോ എന്തായാലും ഉള്ളതായിരിക്കും. അത് കഴിഞ്ഞൊരു പിങ്ക് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു ഷീറ്റിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, തിന്നാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫെവിസ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ ബാക്കിലൊന്ന് പശയാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ഇതിലൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഒട്ടാൻ കുറച്ച് പാട് വിട്ടു. എത്ര ഒട്ടിച്ചിട്ട് നിൽക്കണമായിരുന്നില്ല. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്റ്റിക്കർ, എഴുതിയ സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ, റൈറ്റിംഗ് സ്റ്റിക്കേഴ്സ്, അതിൽ ഏറ്റവും കുഞ്ഞത് തന്നെ ഞാൻ അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റ് പേപ്പറിൽ തന്നെ അത് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ കാണൂല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ഷീറ്റ് വെച്ചിട്ട് ഇതാക്കിയത്. ഇപ്പം ഇങ്ങനെയാണ് ഞാൻ റെഡിയാക്കിയത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത വാഷി ടേപ്സാണ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത വാഷി ടേപ്പ്. അത് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. വാഷി ടേപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹോം മെയ്ഡ് വാഷി ടേപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഫെവിസ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ ബാക്കിലൊന്ന് നമ്മൾ ഫെവിസ്റ്റിക്ക് ആക്കി കൊടുക്കുക. ഈ ഫെവിസ്റ്റിക്ക് ഒന്നും ആക്കാതെ തന്നെ ഡയറക്റ്റ് എടുത്തിട്ട്
ഇതാക്കാൻ പറ്റണതും ഉണ്ട്. അത് ഞാൻ വേറൊരു ഷോർട്സ് ആക്കിയിട്ട് തന്നെ ഇടാം. ഞാൻ ഈ ഒരു സൈഡിലാണ് ഇത് വെക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത്രയാണ് ഞാൻ ചെയ്തിരിക്കണത്. നമുക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തോട്ട് എഴുതി കൊടുക്കാം. കുറച്ച് വലുതാക്കിയിട്ട് തന്നെ ഞാനിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല, എഴുതുണ്ടായിരുന്നു തോന്നി. പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് തോന്നിയൊരു തോട്ടാട്ടോ. അപ്പം എന്താ തോന്നി അതാണ് ഞാനിവിടെ എഴുതിക്കണേ. നമുക്ക് ഇഷ്ടമുള്ള തോട്ട് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. ഞാൻ സെറ്റ് ഗോൾസ്, എന്തായിരുന്നു, സേ പ്രയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതി കൊടുത്തേക്കണേ. സേ പ്രയേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റഡി ഹാർഡ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 കുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡായിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സാണ്. ഇതിൽ ഒരു പിങ്ക് കളർ എടുക്കാൻ വിചാരിച്ചു. ഇതിൽ പർപ്പിളില്ല, അപ്പോൾ പിങ്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കപ്പ് കേക്കാണ് ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഇത് ഹോം മെയ്ഡായിട്ട് തന്നെ വരച്ചിട്ട് കട്ട് ചെയ്ത് ഞാൻ ഒട്ടിച്ചതാണ്. അപ്പോൾ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളാണ് ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ. അപ്പോൾ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതൊക്കെ പോരാ തോന്നിയപ്പോൾ നമ്മുടെ കവായ് സ്റ്റിക്കേഴ്സത്തെ ഒരു ഗേളിനെ കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ എന്താ പറഞ്ഞാൽ ഒരു ഭംഗി തോന്നിക്കാൻ വേണ്ടി ഒരു ലീഫ് കൂടിയും കവായ് സ്റ്റിക്കേഴ്സും തന്നെ എടുത്തിട്ട് പോയംസിൻ്റെ അവിടെ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബോക്സ് പോലെ സെറ്റാക്കി കൊടുക്കണം. നമുക്ക് എന്തെങ്കിലും എഴുതാൻ വേണ്ടി ബോക്സ് പോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. 3 കുത്തും ഇട്ടുണ്ട്, കുറച്ച് ലൈൻസും ഇട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത്ര ചെയ്തിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരും. എന്തായാലും നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് കമൻറ്റ്സ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. എല്ലാവർക്കും ബൈ.